ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളെ നിന്റെ കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള മൂടാണ് പിടിക്കേണ്ടത്, അല്ലാതെ മീൻ പിടിച്ചിട്ട് വന്നിട്ടുള്ള മൂടല്ല. നീന്റെ കാര്യം ഇവിടെ പറയരുത്, ചിലപ്പോ എവിടെ കേൾക്കാം. ഓ ഞാൻ ഇപ്പൊ പിടിക്കും, കട്ടൊക്കെ കൂടെ നിന്നോണം. ഓക്കെ ഓക്കെ. അയ്യോ അയ്യേ, ബ്ലോക്ക് ബ്ലോക്ക്. ഇവിടെ എന്താണ്, ഇവിടെ ആരും ഇല്ലേ? ഞങ്ങൾ എത്തിയിട്ടാ. നിങ്ങൾ എത്തിയാ? ഞാൻ വിചാരിച്ച നിങ്ങൾ വൈകുന്നേരം വരത്തോളൂ. കൂട്ടുകാരന്റെ വീട്ടിൽ പോയിട്ട് നേരത്തെ വന്നാ? ആ ചേച്ചി ഒന്നും പറയണ്ട, നമ്മളവിടെ ചെന്നപ്പോ ആണെങ്കി അവനും കുടുംബക്കാരും എല്ലാരും കൂടെ തറവാട്ടിൽ പോയേക്കണം. അപ്പൊ ചേട്ടനെ വിളിച്ചിട്ട് അവരങ്ങ് പോയാ? ആ അതല്ലേ ഞങ്ങൾക്ക് ദേഷ്യം വന്നേ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പ്, പിന്നെ ഇങ്ങോട്ട് വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ஓ டே கேசு, உன்னோட ஃப்ரெண்டு எங்கேயாவது போகும்போது உன்னை கூப்பிட்டு சொல்ல மாட்டானா? ആ ശരിക്കും പറഞ്ഞാൽ വിളിച്ച് പറയണം, അതാണല്ലോ ഒരു മര്യാദ. നമ്മളവിടെ ചെന്നപ്പോ അവിടെ ഗേറ്റ് അടച്ചിട്ടേക്കണ്. അപ്പൊ നമ്മൾ അവനെ ഫോൺ വിളിച്ച്, അപ്പൊ അവൻ പറഞ്ഞ ഈ സോറി അളിയാ, നമ്മൾ പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നപ്പോ എല്ലാരും കൂടെ പറകെ കെട്ടി നമ്മൾ ഇവിടെ വരെ വന്നെയാണ് എന്ന് പറഞ്ഞിട്ട് അവനങ്ങ് പോയി. അങ്ങനെ അവൻ തറവാട്ടി പോയി. അതെ, അത്യാവശ്യപ്പെട്ട് പോവാനുള്ള കാരണം അവന്റെ തറവാട്ടിൽ ആരാണ്ടോ വയ്യാണ്ടായിരുന്നു. ആ വയ്യാതായിരിക്കുന്നു. അപ്പൊ അങ്ങനെ അത്യാവശ്യപ്പെട്ട് അവൻ പോയി. തറവാട്ടി പോ അത്ര വലിയ കാരണമൊക്കെ വേണം അല്ലേ അളിയാ? അല്ല വയ്യാണ്ടായ പോയേ പറ്റുള്ളൂ. ശരിയാണ്. നമ്മളായാലും മര്യാദ പോണോ? മര്യാദ. അതെ. അപ്പൊ ചുരുക്കം പറഞ്ഞ പോയ കാര്യം പാളിപ്പോയി. അതന്നെ, അങ്ങനെയും പറയാം. പറയാം. അതെ. അല്ല, എന്നിട്ട് നിങ്ങളൊന്ന് നേരത്തെ വരാൻ, ഞാൻ കുറെ നേരമായില്ലേ പോയിട്ട്? ആ അത് പിന്നെ ഫ്രണ്ട് നീ ഏതെങ്കിലും അളിയന്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് വരുന്ന വഴിക്ക് ബ്ലോക്കിൽ പെട്ട് വിശക്കണ്. കഴിക്കാൻ പറ്റും. അതെ ഭക്ഷണം കഴിക്കാൻ ഇവിടെ കറിയൊന്നും ഇല്ല. കറിയില്ലെങ്കിലും ചോറുണ്ടാവുമല്ലോ. അല്ല, നിങ്ങൾ പുറത്തുനിന്നല്ലേ ഇങ്ങോട്ട് വന്നത്, അപ്പൊ കഴിച്ചിട്ടൊന്നുകൂടെ? എന്തോന്നത് എല്ലാരോടും ചുറ്റും കൂടി ഇരുന്ന് ചോദ്യം ചെയ്യണ? കൊള്ളാല്ല. നമ്മള് പുറത്തുനിന്നാണ് വന്നത് അമ്മായി. വരണ വഴിക്ക് ഞാൻ പറഞ്ഞാണ് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാന്ന്. അപ്പൊ അളിയൻ പറഞ്ഞ് നമുക്ക് വീട്ടിൽ വന്നിട്ട് കഴിക്കാം. അതെ ഞാൻ അവന്റെ അടുത്ത് പറഞ്ഞു, വേറൊന്നുമല്ല, ഞാനിപ്പോ നാട്ടിൽ വന്ന് വീട്ടിലെ ഭക്ഷണമൊക്കെ ഇപ്പൊ കഴിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ നിന്ന് കഴിക്കുമ്പോഴേ ഒരു സംതൃപ്തി ലഭിക്കത്തുള്ളൂ അല്ലേടാ? അതെ. ഇവിടെ നിന്ന് കഴിക്കാൻ അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലല്ലോ. അതിപ്പോ നമ്മള് പറഞ്ഞല്ലോ, ചോറും മറ്റേ ചമ്മന്തിയും അച്ചാർ വായാലും മതിയെന്ന്. നോക്കണം. അപ്പം ചുരുക്കം പറഞ്ഞ തൃപ്പൂണിത്തറ വരെ പോയത് മാത്രം മിച്ചം. എന്തൊരു ഉത്സാഹമായിരുന്നു കൂട്ടുകാരന്റെ വീട്ടിൽ പോവാൻ. ഡംബോ ഇങ്ങോട്ട് ചമ്മി പോയല്ലേ അവസാനം. അളിയന്മാരായാല് ഇങ്ങനെ വേണം, എന്നും ഈ ഒത്തൊരുമ ഉണ്ടായിരിക്കണം. അത് പിന്നെ അത്രയല്ലേ അമ്മൂമ്മ. പക്ഷേ അത് കണ്ട, ആ നോട്ടം കണ്ട, അതിൽ തന്നെ അറിയാം നമ്മളിങ്ങനെ ഒരുമിച്ചിരിക്കണ ഇഷ്ടമല്ലെന്ന്. ഇത് തന്നെ നമ്മളെ രണ്ടാക്കുമല്ലോ. എനിക്ക് നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതിന് എന്ത് ഇഷ്ടക്കുറവ്? ഞാൻ എന്താണ് രണ്ടുപേരും പിരിക്കുന്നത്? டே கேசு, லெச்சு முதல்ல பார்க்கும்போது நம்மளுக்கு ஒரு சண்டைக்காரியா தெரியும். ஆனா நல்லா பழகினா தான் தெரியும் லெச்சு தங்கப்பட்டவான்னு. சண்டைக்காரியா? அப்படி சொல்லல, நான் சொன்னது முதல்ல பார்க்கும்போது ஒரு கோவக்காரியா தெரியும்னு. ஆனா ரொம்ப பாசம். ഒരു കാര്യം ചെയ്യാ, ഇത് ഉരുവി അങ്ങ് തരട്ടാ. കുറെ നേരം ആയല്ലേ ഞാൻ അതിനകത്ത് കയറി. അതെ, എല്ലാവരോടും കൂടി പറയാം, വിശക്കുന്നു ഞാൻ കുറെ നേരമായിട്ട് പറഞ്ഞു, എന്തെങ്കിലും കഴിക്കാൻ തരുമായിരുന്നെങ്കിൽ. അയ്യോ കനകം വന്നേ, ലച്ചു ഇങ്ങോട്ട് വന്നേ മോനെ, ഇപ്പൊ എടുക്കാം കേട്ടോ. ഇപ്പൊ തരാം. എന്തോ ഒന്ന് ചീഞ്ഞ് നാറുന്നുണ്ട്. അമ്മായി മൂക്ക് ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. ചെല്ല അമ്മായി, അകത്തോട്ട് ചെല്ല, അല്ലെങ്കിൽ അകത്തോട്ട് എവിടെയെങ്കിലും ഹോട്ടലിലൊക്കെ പൊക്കോ. അമ്മായി ബാഗ് ശരിയാ? വേറൊരു കാര്യം, എന്തായാലും നമ്മൾ വന്നല്ലോ, ഫുഡ് കഴിക്കുന്നു, ടക്കനെ നമ്മൾ ഇറങ്ങുന്നു കേട്ടല്ലോ. ജംഗ്ഷനിൽ പോണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയാൽ മതി. വൈകിട്ട് 4 മണിക്ക് തന്നെ വടയോ പഴംപൊരിയോ മേടിക്കാൻ പോണെന്ന് പറയാം. ഓക്കെ. ചെന്നിട്ട് ഇട്ടേക്കണ ചൂണ്ട നോക്കണം. അല്ലയാ, ചിലപ്പോ നമ്മളോട് ഇട്ട് വെച്ചിരുന്ന ചൂണ്ടയ്ക്കകത്ത് വലിയ ബ്രാലും കുരുത്തി കിടപ്പുണ്ടാവും. പിന്നെ കാണൂല്ലേ? ചെന്ന് നോക്കണോളിയാ. ഒന്നുമില്ല. എന്തോ പറഞ്ഞോണ്ടിരുന്നേ? ഞങ്ങള് നമ്മുടെ ഈ ഇവന്റെ പഠിത്തത്തിന്റെ കാര്യങ്ങള്
എന്റെ പഠിത്തത്തിന്റെ കാര്യം പറഞ്ഞോണ്ടിരുന്നത്. ചെല്ല്. ചെല്ല് പോ. പടല് ഒടിഞ്ഞു പോയി. വിശ്വസിക്കാൻ പറ്റില്ല. അറിയാടി അറിയാൻ വരുന്ന അളിയ, നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ചൂണ്ട കൊണ്ടേ യാതൊരു ഗുണമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്കേ ഒരു പ്രൊഫഷണൽ ചൂണ്ട വേണം. അത് ഞാൻ ഒപ്പിക്കാം. എന്നാ പൊളിക്കും. അളിയ, സാധനം കിട്ടിയടാ. അളിയ, ഇതാണ് ഞങ്ങൾ പ്രൊഫഷണൽസ് ഉപയോഗിക്കുന്ന പ്രൊഫഷണൽ ചൂണ്ട. ഓ ഞങ്ങൾ പ്രൊഫഷണൽസ്. കേട്ടോ സാധനം നോക്കട്ടെ. സൂക്ഷിച്ച് പിടിക്കണം കേട്ടോ. ഇത് മറ്റേ സാധനം അല്ല. ശരി 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 ശരി. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ ആടാ. കൊള്ളാം കേട്ടെ. അല്ലേ നമുക്കേ ഈ സാധനം 2-3 ദിവസം കഴിഞ്ഞ് തിരിച്ചു കൊടുത്താൽ മതി. എടാ, തിരിച്ചു കൊടുത്തില്ലേലും കുഴപ്പമൊന്നുമില്ല. അവൻ നമ്മുടെ ബാഡിടാ. ബാഡി. അപ്പൊ ഓക്കെ. അല്ലെ ഞാൻ എന്നാ പിടിച്ചോ. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. തുടങ്ങാമല്ലോ. തുടങ്ങാം. അളയുമ്പോ ഡ്രസ് മാറിട്ടോളെ. ഇത് പിടിച്ചോ. ഓക്കെ ഓക്കെ. അളയാ. ഓ, സൗണ്ട് ഉണ്ടാക്കാതെ വല്ല ഉണ്ടോടാ? കൊളുത്തൂരും കാണാല്ലോ അളിയ. ഈ ചൂണ്ട ലോക പരാജയം കേട്ടോ. തന്നെ എടുത്ത് മാറ്റി വെക്കാതെ ദൂരത്തുള്ള. അളിയ, നമ്മള് നേരത്തെ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് പോയേ. അതെ. അപ്പൊ എങ്ങനെ അളിയെന്ന് വന്നേ? പരിച്ചെടുത്ത പുരിങ്ങേരി. ശരി, അത് മാറ്റി വെക്കും. നമുക്ക് പ്രൊഫഷണൽ ചൂണ്ട യൂസ് ചെയ്യാം. പ്രൊഫഷൻ വന്നപ്പോ നാടന് വിലയില്ല. നാടൻ എടുത്ത് കളാ. കളയാനൊന്നും പറ്റില്ല. എപ്പോഴും ഗുണമുള്ളതാണ്. അപ്പം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അളിയ സ്റ്റാർട്ട് ചെയ്യാം. അളിയാ, അളിയ ഇട്ടോളെ. ഓക്കെ. ഞാൻ ഇതൊന്നും ഇവിടെ കൊടുത്തു വെച്ചിട്ട് ഇട്ടോളയാ. സെറ്റ് ചെയ്യോ. അവളെ നിറയ്ക്കണേ നടന്നു. നിനക്ക് എന്റെ പരിപാടി അറിയോ? ഇത് സെറ്റ് ചെയ്യുന്ന പരിപാടി. എടാ, എന്റെ കൂട്ടുകാരൊക്കെ ഇത് സെറ്റ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങ് ദുബായിലേ. ഇത് പക്ഷെ എനിക്ക് സെറ്റിംഗ് അത്ര വലിയ പിടിയില്ല. സത്യം പറഞ്ഞ വലിയ പിടിയില്ല. ദുബായിൽ എന്തോ മറ്റേ പ്രൊഫഷണൽ ചൂണ്ട വെച്ചിട്ട് വലിയ അങ്ങ് പോയിട്ട് മീനെ പിടിച്ചെന്ന് പറഞ്ഞത്. ഞാനും എന്റെ ഫ്രണ്ട്സും. അപ്പൊ ഫ്രണ്ട്സ് പിടിച്ച് അളിയാ നോയിക്കൊണ്ട് ഫ്രണ്ട്സ് ഇടുമ്പോ ഉണ്ടല്ലോ അങ്ങ് ലോങ് ഈ സാധനം പോവും. എന്നിട്ട് ഇത് കറക്റ്റ് എടുക്കുമ്പോഴേ അടുത്തോട്ട് വരുന്നേ. എന്നാ പിന്നെ ഇതിന്റെ എനിക്കൊന്നും അറിഞ്ഞോളാണ്ടിരിക്കണ്. ആണല്ലേ? നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ അങ്ങ് ഇടാം. പിന്നീട് ഇടട്ടെ. അളയാ, സത്യം പറ. അളയാ അവിടെ ഗൾഫ് ഇട്ടോണ്ടിരുന്ന ഇങ്ങനെ ചൂണ്ട തന്നെ ആടാ പക്ക. ഇതിന് എത്ര രൂപ? ഇതിന് ഏകദേശം 26,000 രൂപയാണെന്ന് അവൻ പറഞ്ഞേ. ഇതിനോ? പിന്നെ ഭയങ്കര വിലക്കുള്ള. ഈ പിള്ളേരൊക്കെ ഇതേ കൊണ്ടു കിടക്കുമ്പോഴേ നമ്മള് വിചാരിക്കും ഏതോ മാട്ട സാധനം ഒന്ന്. ഇത് ഇടാല്ലേ? പക്ഷെ ലോങ് പോകത്തില്ല. ഇത് പണി അറിയാത്തോണ്ട് നമുക്ക് അടുത്തിടാം. അടുത്തെങ്കിലും ഇട്. ഇടലയാ. പോയല്ലേ? പോയല്ലേ? അത്രയും പോയ കമ്പ്. അളയോ, ഓ ഈ പണ്ടൊക്കെ ഈ വലിയ അപ്പച്ചന്മാരൊക്കെ പറയും ചൂണ്ടയിടാൻ പോണത് ഒരു വേലയും കുലിയില്ലാത്തവരാണെന്ന്. ഇപ്പോഴൊക്കെയാണ് പിള്ളേർ ഇതൊരു പ്രൊഫഷണൽ ജോബായിട്ട് ഏറ്റെടുത്ത് ഇതേപോലത്തെ പ്രൊഫഷണൽ ചൂണ്ടയൊക്കെ എടുത്തിട്ട് പോയിട്ട് മീനെ പിടിച്ചമാരിപ്പോ സെലിബ്രിറ്റീസ് ആണ്. ഇതിന് മേലുള്ള സാധനം പറഞ്ഞിട്ടുണ്ടോ? ആണോ? പക്ഷെ നമുക്ക് ഉപയോഗിക്കാറിയണ്ടേ? അത് ശരി. 26,000 രൂപയുടെ ചൂണ്ട ഉണ്ടെന്നുള്ളത് കാര്യം. എന്ത് ഇടുവല്ലേ? അളിയാ, ഓ എല്ലാം തേങ്ങ കിട്ടൂ. എടാ, തവള ഉണ്ടല്ലോ, സെറ്റായിട്ട് കിട്ടുമെന്ന്. തവള മാത്രമേ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. ഈ ഉണ്ട ഇട്ടങ്ങ് വിട്ടാ പോരെ. വെയിറ്റ്, ക്ഷമ വേണോട്ടോ ഇതിന്. ശരി, ഓക്കെ. ക്ഷമയെങ്കിൽ ക്ഷമ. അനങ്ങുന്നുണ്ടോ? നോക്കി. എവിടെ? അളിയൻ ചൂണ്ടിട്ട് വിറപ്പിച്ചിട്ട് കാര്യമില്ലല്ലേ? ഇത് വിറക്കണം. വിറയ്ക്കണം. അളിയ അതിങ്ങട്. എന്തിനാടാ? ഒത്തുപോലും വരണില്ല. താനോട് എടുക്കാൻ പറഞ്ഞ അങ്ങ് എടുത്തോണം കേട്ടോ. ഇപ്പൊ നമ്മള് ഈ പിടിച്ചേ
കഴിഞ്ഞ തവളയുടെ മണ്ടയ്ക്ക് നോക്കാം. ആ അതാകുമ്പോ മീനുകൾക്ക് ഡൗട്ട് അടിക്കും, നീ വന്ന് കടിക്കും. ഇതാവുമ്പോ ആടുപ്പിങ് വരിയല്ലോ. ഉം. ഓക്കെ, 1 2 ഇത് സൈഡിലോട്ട് കൂടി ഇല്ല, ഉണ്ടായിരുന്നേ. ഇപ്പിടി ഇച്ചിരി. കൊത്തുണ്ട്. 1 2 3 ചൂടാ ഞാൻ എന്റെ കൂട്ടുകാരോടൊന്ന് പറയും. രണ്ടും കൂടെ മനുഷ്യനെ പറ്റിച്ച് ഇവിടെ വന്നിന്ന് ചൂണ്ടയിടുവാണല്ലേ? ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ വന്നപ്പോ അങ്ങനെ ഇട്ടപ്പോ നിന്റെ അടുത്ത് പാടില്ല. മേലെ ചൂണ്ടയിടാൻ പോയിട്ടില്ല രണ്ടും കൂടെ വെള്ളത്തിലേക്ക്. ഇപ്പൊ ഞങ്ങളെ തള്ളിയിട്ടാണ്. ചേട്ടാ വല്ലാത്ത കഷ്ടമല്ലേ ഇതിപ്പോ. നിങ്ങൾ ഞങ്ങളെ എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? ഞങ്ങൾ ഇത്രയും വൃത്തിക്ക് മാസ്റ്റർ പ്ലാൻ ഒക്കെ ചെയ്ത് വന്നിട്ട് നിങ്ങൾ ചോറിന് അങ്ങോട്ട് വന്നപ്പോ പുറത്ത് ഉരുവിട്ടേക്കുന്ന ചെരുപ്പിൽ ചെളിയുണ്ട്. അത് പാറമടയുള്ള ചെളിയാന്ന് എനിക്കറിയാം. ഇതാണോടാ അളിയ നിന്റെ അതിബുദ്ധി? നമ്മളീ ചിലപ്പോ ചില മിസ്റ്റേക്സ് ഒക്കെ ചെരുപ്പിലെ ചെളി വെച്ച് കണ്ടുപിടിച്ച വലുതാവുമ്പോഴേ നിന്നെ CBI ചേർക്കാടി. എല്ലാരും കൂടെ കളിച്ചേ എന്റെ കൂട്ടുകാരന് 26,000 രൂപയുടെ സാധനം അവർക്ക് പോയത്. ഞാൻ തിരിച്ചു കൊടുക്കണ്ടേ? എടുത്തു കൊടുക്ക്, ബാങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഞാൻ പണ്ടേ പറയാറില്ലേ, ഈ കുരുത്തം കെട്ടവന്റെ കൂടെ കൂടിക്കഴിഞ്ഞാല് കുടുംബം നശിക്കൂന്ന്.